వెయ్యి కోట్ల నుంచి లెక్క మొదలవుతుంది. అస్సలు తగ్గేది. సుకుమార్ రాంపేజ్ తగ్గేదేలా. വേറെ ലെവലാ വാതുവാസിലൊക്കെ. അല്ലു അർജുന താണ്ഡവാണ് പടത്തിൽ മൊത്തം. കിഡിലും ഫൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയാം. അടിപൊളി വേറെ ലെവൽ പടം. സെന്റിമെന്റ്സും ഫാഫാന്റെ പെർഫോമൻസ് അടിപൊളിയാ. കിഡിലെ അല്ലു അർജുനന്റെ താണ്ഡവം വേറെ ലെവൽ. കണ്ണടയ്ക്കാൻ പോലും തോന്നുന്നില്ല. രാവിലെ 4 മണിക്ക് എണീച്ച് വന്ന് ഈ മൂവി കാണുന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു പാർട്ട് 2 കാണാനായിട്ട്. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയാൻ അമേസിംഗ് ആയിരുന്നു. അമേസിംഗ്. ഫഹദും പൊളിയായിരുന്നു. കാരണം ഫഹദ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും എപ്പോഴും ഡിഫറെന്റ് ആണ്. നമ്മളെപ്പോഴും എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫഹദ്. സോ അല്ലു ആണെങ്കിലും അടിപൊളി. പക്ഷെ നമ്മുടെ ഫഹദ് എന്ന് പറയുമ്പോൾ അതിലേറെ മാസമായിരുന്നു. പൊളിയായിരുന്നു. ആരപടമാണ്, ഒരു രക്ഷയില്ല. എല്ലാവർക്കും വന്ന് കാണാം. അടിപൊളി പടം. നമ്മള് പുഷ്പ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത്രയ്ക്ക് അടിപൊളി പടം. അടിപൊളിയായിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം കാണാനുള്ള. ഇന്റർവെൽ സീനൊക്കെ തകർക്കുവാണ്. ഫഹദ് പെർഫോം ചെയ്യുന്നത് തകർത്ത് വാരി. എനിക്കൊരു പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ണാണ്. അല്ല, ഇത് നമ്മുടെ അല്ലു അർജുൻ തകർപ്പ് ഫസ്റ്റ് ഇതുപോലെ തന്നെ അഭിനയം. ഒരു അത്ര മാസമായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. കമ്പയർ ബൈ തേർഡ് പാർട്ട് കാണത്തില്ല. ഒരു മാസമായിട്ട് കാണിച്ചതേ ഉള്ളൂ. പക്ഷെ തേർഡ് പാർട്ടിനുള്ളത് ഇല്ല കേട്ടോ. കുഴപ്പമില്ല. എന്നാലും കളക്കി പടം എക്സ്പീരിയൻസ്. ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ റസൂൽ പൂക്കുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ റെക്കോർഡിംഗ് ഒക്കെ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണുന്നതാണ്. അതിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ കാണണം. അതാണ് അതുപോലെ പടം ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ സൗണ്ട് എല്ലാം ചെയ്തിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ തന്നെ കാണേണ്ട ഒരു പടം കേട്ടോ. കുഴപ്പമില്ല. അടിപൊളി പെർഫോമൻസ് ബൈസ് അല്ലു അർജുൻ തകർത്തു. പുഷ്പറ ഒരു സ്റ്റൈലി ഡാൻസ് ഒക്കെ കുഴപ്പമില്ല, കിടക്കാഴ്ചയായിട്ടുണ്ട്. ഈ പ്രാവശ്യം പുഷ്പ ക്രിസ്മസിലേക്ക് കയറും. പക്ഷെ 3 വെയിറ്റിംഗിലാ. കുഴപ്പമൊന്നുമില്ല. ഈ പ്രാവശ്യം അടിപൊളി തന്നെ. മൂവി സൂപ്പർ. ഫാസിൽ ആക്ടിങ് സൂപ്പർ. കൊത്ത റാമ്പ്. 4 തിയേറ്ററിൽ, വനിതാ തിയേറ്ററിൽ, ഈ 4 തിയേറ്ററും ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ ആളുടെ പവർ എന്തായിരിക്കും? ആ അല്ലു അർജുന്റെ പവർ. ഇത് സത്യം പറഞ്ഞ ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. ഇത് നോട പറയണല്ല, സത്യം പറയണാണ്. അത് ഈ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ല. ആളുടെ ഇൻട്രോ തന്നെ നമ്മൾ വിചാരിക്കുന്നില്ല. ഒരു സാധാരണ ഈ തൊഴിലാളിയായിട്ടാണ് വരുന്നത്. ഒരു പോലീസ് ഓഫീസർ ഒരു തൊഴിലാളിയായിട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് വിചാരിക്കുന്നില്ല ആൾ ഇങ്ങനെ വരും എന്നുള്ളത്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ബിക്കോസ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജി തന്നെയാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഫിലിം കണ്ടിട്ട് ഇത്രയും ഒരു എനർജി എനിക്ക് കിട്ടിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. അവർ അഭിനേതാക്കളെ നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അല്ലു അർജുനായാലും രശ്മിക മന്ദാന ആയാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാണ് ലെങ്ത് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഏതൊരു പടത്തിന്റെ ലെങ്ത് എന്റെ അഭിപ്രായത്തില് എന്നെ ബോറടിപ്പിക്കാത്ത ലെങ്ത് കൂടിയതിലുള്ളത് ബാഹുബലിയാണ്. അത് നമുക്ക് ലെങ്ത് കൂടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ലെങ്ത് കൂടിയത് കൊണ്ട് കുറച്ച് ആളുകൾക്ക് അത് നിരാശയായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും ഒരു എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് എടുത്ത് പറയേണ്ടത്. അത് ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള ഒരു കഥയായിരിക്കണം. അഭിനേതാക്കളുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ ഒരുപാട് പേരെ കഷ്ടപ്പാടാണ്. അപ്പൊ ഇതൊരു പരാജയത്തിലേക്ക് പോകാതെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം. എന്തായാലും ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് വന്നിട്ടില്ല.